ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നിറങ്ങൾ അതുപോലെ പ്രകാശത്തിൻ്റെ തരംഗ പ്രതിഭാസങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നിറങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിനെ കാണണം എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഉള്ള പ്രകാശം പ്രക്ഷേപണം ചെയ്യപ്പെടുക അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രതിഫലിക്കുന്നതോ ചെയ്യുന്ന പ്രകാശം വെച്ചാണ് നമ്മളൊരു വസ്തുവിനെ മനസ്സിലാക്കുന്നത്. ഈ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ പ്രതിഫലിക്കുന്നതോ ആയ പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യമാണ് നമ്മൾ നിറമായിട്ട് മനസ്സിലാക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ ഒരു വസ്തുവിനെ കാണണം വെച്ചാൽ ആ വസ്തു ഒന്നില്ലെങ്കിൽ പ്രകാശത്തെ പ്രതിഫലിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ആ ഒരു പ്രകാശം നമ്മുടെ കണ്ണുകളിലെത്തുമ്പോഴാണ് നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത്. ഈ പ്രതിഫലിക്കുന്നത് അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യമാണ് നമ്മൾ നിറങ്ങളായിട്ട് മനസ്സിലാക്കുന്നത്. ഇനി വിസിബിൾ സ്പെക്ട്രം, നമ്മൾ കാണുന്ന പ്രകാശത്തെയാണ് വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയുണ്ട്? വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഉണ്ട്. വിബ്ജിയോർ. ഈ പ്രകാശങ്ങളെല്ലാം ചേർന്നതാണ് വെളുത്ത പ്രകാശം എന്ന് പറയുന്നത്. ഒരു വ്യത്യസ്ത വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന പ്രകാശത്തെയാണ് നമ്മൾ സമന്വിത പ്രകാശം അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോമ്പോസിറ്റ് ലൈറ്റിന് നമ്മൾ ഒരു പ്രിസത്തിൽ കൂടെ കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും? അതിന് പ്രകാശ പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന പ്രതിഭാസം നടക്കും. എന്താണ് ഈ പ്രകാശ പ്രകീർണനം എന്ന് പറയുന്നത്? പ്രകാശ പ്രകീർണനം എന്ന് പറഞ്ഞാൽ ഈ ധവള പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കണ്ടിരുന്നു. ഐസക് ന്യൂട്ടൺ ഒരു പ്രകാശത്തെ പ്രിസത്തിലൂടെ കടത്തിവിട്ടുമ്പോൾ പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിഞ്ഞു. ഈ പ്രതിഭാസം ഫസ്റ്റ് മനസ്സിലാക്കിയ ആളാണ് ഐസക് ന്യൂട്ടൻ. മഴവില്ലിന് കാരണമാകുന്ന പ്രതിഭാസമാണ് ഡിസ്പേർഷൻ. ഇപ്പോൾ നമുക്കൊരു പ്രിസം വരയ്ക്കാം. ആ പ്രിസത്തിൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഒരു പ്രിസം വരയ്ക്കുന്നു, നമ്മുടെ പ്രകാശരശ്മി എത്തുന്നു. പ്രകാശരശ്മി എങ്ങനെയായിരിക്കും വരിക? ഇങ്ങനെ ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയാണ്. അപ്പോൾ റെഡ് എവിടെ ആയിരിക്കും വരിക? റെഡ് വന്നിട്ട് മേലെ ആയിരിക്കും. താഴെ ഏതായിരിക്കും? വയലറ്റ് അല്ലെങ്കിൽ വയലറ്റ് ആയിരിക്കും വരിക. അപ്പോൾ ഇതിൻ്റെ ഏതാണ്? വിബ്ജിയോർ എന്നുള്ള തത്വമാണ് വരിക. ഈ റെഡിന് തരംഗ ആവൃത്തി കൂടുതലാണ്, അതായത് വേവ് ലെങ്ത് കൂടുതലാണ്. വീന് തരംഗ ദൈർഘ്യം അതായത് വേവ് ലെങ്ത് കുറവാണ്, പക്ഷെ ആവൃത്തി കൂടുതലാണ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ C=ന്യൂ ലാംഡ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ന്യൂ പറയുന്നത് ഫ്രീക്വൻസിയും ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്തുമാണ്. C പറയുന്നത് വേഗതയാണ്. അപ്പോൾ വേഗത എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. പ്രകാശത്തിൻ്റെ എല്ലാ ഘടകങ്ങൾക്കും ഒരുമിച്ച് ഒരേ പ്രകാശമാണ്. അപ്പോൾ ഫ്രീക്വൻസി കമ്മിയായ ഒരു വർണ്ണത്തിന് എന്തായിരിക്കും? വേവ് ലെങ്ത് കൂടുതലായിരിക്കും. അതുപോലെ വേവ് ലെങ്ത് കുറവായ ഒരു നിറത്തിന് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഇത് രണ്ടും ഉൾട്ടിയായിരിക്കും. കാരണം വേഗത കോൺസ്റ്റൻ്റ് ആയി വെക്കണം വെച്ചാൽ ഇവിടെ ന്യൂ കൂടിയാൽ ലാംഡ കുറവാണ്, ന്യൂ കുറവായാൽ ലാംഡ കൂടണം, എന്നാലേ C കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. ഒന്ന്, പ്രകാശം ഒരു പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ അവയ്ക്ക് പ്രകാശത്തിന് ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ. ഇത് കണ്ടെത്തിയ ഐസക് ന്യൂട്ടനാണ് പറഞ്ഞു. മഴവില്ലിന് കാരണമാകുന്ന പ്രതിഭാസമാണ് പറഞ്ഞു. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് റെഡ് ആയിരിക്കും ഏറ്റവും മേലെ, വയലറ്റ് ഏറ്റവും താഴെയായിരിക്കും. മഴവില്ലിനും ചോദിക്കാം. മഴവില്ലിലെ ഏറ്റവും മുകളിലുള്ള നിറം ഏതാണ്? ചുവപ്പ്. അത് നമുക്ക് ഇങ്ങനെ ആലോചിച്ച് വയ്ക്കാം. അതായത് നമ്മളൊരു ട്രാഫിക് ജാമിൽ സിഗ്നൽ, അതിൽ എപ്പോഴും ചുവപ്പ് മേലെ വയ്ക്കും. എന്തിനാണ് ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് മേലെ വയ്ക്കുന്നത്? കാരണം ദൂരത്തുള്ള ഒരു വ്യക്തിക്കും ചുവപ്പ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ചുവപ്പ് ഏറ്റവും മേലെ വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മഴവില്ലിൽ ഏറ്റവും മുകളിൽ കാണുന്ന നിറം ചുവപ്പായിരിക്കും. നമ്മുടെ റോഡ് സിഗ്നൽ പോലെ അതിൽ മുകളിൽ കാണുന്ന നിറം ചുവപ്പായിരിക്കും. ഏറ്റവും താഴെ കാണുന്നത് വിബ്ജിയോറിലെ വയലറ്റ് ആയിരിക്കും. ഒന്ന്. രണ്ടാമത്തത് മഴവില്ലിൻ്റെ മധ്യഭാഗത്തുള്ള നിറം ഏതായിരിക്കും? അത് നിങ്ങൾ നോക്കിയാൽ അറിയാം. ജി ആണ് വരുന്നത്. ഗ്രീൻ ആയിരിക്കും മധ്യഭാഗത്തെ നിറം. ഇനി അപ്പോൾ ഡിസ്പെർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ ദൃശ്യപ്രകാശം അതായത് ദൃശ്യ സ്പെക്ട്രം അത് വിബ്ജിയോർ എന്ന് പറയുന്നത് 400 to 700 നാനോമീറ്റർ വേവ് ലെങ്ത് ആണ്. ഓക്കെ ആണല്ലോ? പ്രകാശത്തിൻ്റെ ദൃശ്യ സ്പെക്ട്രം എന്ന് പറയുന്നത് 400 മുതൽ 700 നാനോമീറ്റർ ആണ്. ഇനി ദൃശ്യ സ്പെക്ട്രം അല്ലാതെ വേറെ അൾട്രാ വയലറ്റ് റേസ് ഉണ്ട്, ഗാമ റേസ് ഉണ്ട്, എക്സ് റേസ്, ഇതെല്ലാം പ്രകാശത്തിൽ ഉണ്ട്. നമുക്ക് കാണണം വെച്ചാൽ നമ്മുടെ നേത്രത്തിന്, നമ്മുടെ കണ്ണിന് രണ്ട് കോശങ്ങളാണുള്ളത്. ഒന്ന് റോഡ് കോശങ്ങൾ, ഒന്ന് കോൺ കോശങ്ങൾ. റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത് മങ്ങിയ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതാണ്, പക്ഷെ അവയ്ക്ക് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷെ കോൺ കോശങ്ങൾ
നമ്മൾ പ്രകാശം ഉള്ള സമയത്ത് നമ്മുടെ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ എന്ന് പറയുന്നത്. ഈ കോൺ കോശങ്ങളിൽ 3 കോണുകളുണ്ട്. അതായത് റെഡും ബ്ലൂ ഗ്രീൻ എന്നിവ തിരിച്ചറിയാനുള്ള 3 കോണുകളുണ്ട്. ഈ 3 കോണുകളിൽ നിന്നുള്ള ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെത്തി അവ തിരിച്ചറിഞ്ഞാണ് നമ്മൾ ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ കളർ തിരിച്ചറിയുന്നത്. ഇനി അഡിറ്റീവ് കളർ മിക്സിങ്, നമ്മൾ പ്രകാശത്തെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നിറങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ഇതാണ് അഡിറ്റീവ് കളർ മിക്സിങ്. പിന്നെ സബ്ട്രാക്റ്റീവ് കളർ മിക്സിങ് ഉണ്ട്. അതായത് നമ്മൾ ഈ സബ്ട്രാക്റ്റീവ് കളർ മിക്സിങ് ഉപയോഗിക്കുന്നത് ഡൈ അല്ലെങ്കിൽ പിഗ്മെൻറ്റിലാണ്. അതിനു മുമ്പ് ഈ അഡിറ്റീവ് കളർ മിക്സിങ്ങിൽ നമ്മുടെ പ്രാഥമിക വർണ്ണങ്ങൾ എന്നുള്ള സംഭവമുണ്ട്. പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ള വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കാൻ കഴിയാത്ത നിറങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ നിറങ്ങളെ മറ്റു വർണ്ണങ്ങൾ ചേർത്ത് ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ ഈ വർണ്ണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മറ്റു വർണ്ണങ്ങളെ സൃഷ്ടിക്കാം. വർണ്ണങ്ങളെയാണ് നമ്മൾ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ് അല്ലെങ്കിൽ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. ചുവപ്പ്, പച്ച, നീല എന്നിവയാണ് അഡിറ്റീവ് കളർ മിക്സിങ്ങിലെ പ്രാഥമിക വർണ്ണങ്ങൾ. ഇനി ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാഥമിക വർണ്ണങ്ങൾ ചേർത്തുണ്ടാക്കുന്ന കളറുകളാണ് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് സിയാൻ. സിയാൻ നമുക്ക് കിട്ടണം വെച്ചാൽ പച്ച കളറേയും നീല കളറേയും സംയോജിപ്പിച്ചാണ് നമുക്ക് സിയാൻ കിട്ടുന്നത്. മജന്ത എന്ന് പറഞ്ഞാൽ ചുവപ്പും നമുക്ക് നീലയും കളർ മിക്സ് ചെയ്താലാണ് മജന്ത കിട്ടുക. അതേപോലെ മഞ്ഞ എന്ന് പറയുന്നത് ചുവപ്പും പച്ച ലൈറ്റും കലർത്തിയാലാണ് നമുക്ക് മഞ്ഞ കളർ ലഭിക്കുക. ഇതാണ് ദ്വിതീയ കളർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഡൈ അല്ലെങ്കിൽ പിഗ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത് സബ്ട്രാക്റ്റീവ് കളറാണ്. അതിലേതൊക്കെയാണെന്ന് വെച്ചാൽ ഈ സിയാൻ, മജന്ത, മഞ്ഞയാണ് പ്രാഥമിക കളർ. ഈ 3 കളറുകളും സംയോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുക കറുത്ത വർണ്ണമാണ് കിട്ടുക. ഫസ്റ്റത്തെ ഇതിൽ നമ്മൾ അഡിറ്റീവ് കളർ മിക്സിങ്ങിൻ്റെ ഇത് തന്നിട്ടുണ്ട്. നമ്മളിവിടെ നോക്കുക, ചുവപ്പും നീലയും കൂടി ചേർത്തപ്പോൾ നമുക്ക് കിട്ടിയത് മജന്ത കിട്ടി. അതുപോലെ ചുവപ്പും പച്ചയും ചേർത്തപ്പോൾ മഞ്ഞ കിട്ടി. പച്ചയും നീലയും ചേർത്തപ്പോൾ സിയാൻ കിട്ടി. ഇത് പ്രാഥമിക വർണ്ണങ്ങൾ അഡിറ്റീവ് കളർ മിക്സിങ്ങിലാണ്. ഇനി നമ്മൾക്ക് ചായങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? സിയാനും മജന്ത, മഞ്ഞ ഇവ ചേർത്ത് നമുക്ക് കിട്ടുക ഇരുണ്ടത് ബ്ലാക്ക് ആണ് കിട്ടുക. ഇനി സിയാനും മഞ്ഞയും ചേർത്തു, അതായത് സിയാനും മഞ്ഞയും ചേർത്ത് എങ്ങനെ കിട്ടുക? സിയാനിൽ എന്തൊക്കെയാണ് നമ്മുടെ അഡിറ്റീവ് കളർ മിക്സിങ്ങിലുള്ളത്? സിയാനിൽ പച്ചയും നീലയുമാണ് ഉള്ളത്. ഇനി മഞ്ഞയിൽ ഏതൊക്കെയുള്ളത്? മഞ്ഞയിലുള്ളത് പച്ചയും ചുവപ്പുമാണുള്ളത്. അപ്പോൾ ഈ നീലയും ചുവപ്പും പോയിട്ട് പച്ച മാത്രമായിരിക്കും സിയാനും മഞ്ഞ കളറും ചേർത്ത് നമുക്ക് ലഭിക്കുന്നത്. ഇത് നമ്മളിങ്ങനെ എഴുതിയിട്ട് തന്നെ ചെയ്യണം. നമ്മൾ പ്രാഥമിക വർണ്ണങ്ങൾ അഡിറ്റീവ് കളർ മിക്സിങ്ങിൻ്റെ, അതായത് പ്രകാശം മിക്സ് ചെയ്താൽ കിട്ടുന്ന കളറുകളെ കുറിച്ച് നമ്മൾ പഠിക്കുക. അതിൽ നിന്നും നമ്മൾ ഇനിയിപ്പോൾ ഡൈയുടെ എക്സാമ്പിൾ ചോദിച്ചാൽ ഡൈ കളർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചായങ്ങളിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സിയാനും മഞ്ഞയും. അപ്പോൾ സിയാൻ്റെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെ? ഒരു കൂട്ടിച്ചേർക്കുക പച്ചയും നീലയും ചേർത്താൽ. മഞ്ഞ ഏതൊക്കെയാണ്? പച്ചയും നീലയും ചേർത്താൽ. അപ്പം നീലയും ചുവപ്പും പിന്നെ വെട്ടിപ്പോയി പച്ച മാത്രമായിരിക്കും സിയാനും മഞ്ഞയും ചേർത്താൽ നമുക്ക് ലഭിക്കുക. ഇനി സിയാനും മജന്തയും ചേർത്താൽ നമുക്ക് ഏതാ കിട്ടുക? സിയാനും മജന്തയും ചേർത്ത് നമുക്ക് ഏതാ കിട്ടുക? ചുവപ്പായിരിക്കും കിട്ടുക. കാരണം ഇത് സബ്ട്രാക്റ്റീവ് കളർ മിക്സിംഗ് ആണ്. അപ്പോൾ സിയാനിൽ ഏതൊക്കെ കളറുള്ളത്? സിയാനിൻ്റെ കളറിൽ പച്ചയും നീലയും. ഇനി മജന്തയിൽ ഏതാ ഉള്ളത്? ചുവപ്പും നീലയും. അപ്പോൾ പച്ചയും ചുവപ്പും സബ്ട്രാക്ട് ചെയ്തിട്ട് നീല മാത്രം നിൽക്കും. അപ്പോൾ സിയാനും മജന്തയും ചേർന്നാൽ നീല മാത്രമാണ് കിട്ടുക. അതുപോലെ മഞ്ഞയും മജന്തയും ചേർന്നാൽ എന്താ കിട്ടുക? മഞ്ഞ കളർ കിട്ടണം വെച്ചാൽ ചുവപ്പും പച്ചയും. അതുപോലെ മജന്ത കിട്ടണം വെച്ചാൽ ചുവപ്പും നീലയും. അപ്പോൾ ഈ നീലയും പച്ചയും പോയിട്ട് ചുവപ്പ് മാത്രമായിരിക്കും മഞ്ഞയും മജന്തയും ചേർന്നാൽ നമുക്ക് കിട്ടുക. ഇതാണ് സബ്ട്രാക്റ്റീവ് കളർ മിക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റു വർണ്ണങ്ങൾ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റാത്ത വർണ്ണങ്ങളെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ പ്രകാശം കലർത്തി നിറങ്ങൾ സൃഷ്ടിക്കുന്ന അഡിറ്റീവ് കളർ മിക്സിംഗ് എന്നതിൽ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ചുവപ്പ്, പച്ച, നീലയാണ്. നമ്മുടെ ഈ ചുവപ്പും പച്ചയും നീലയും ചേർത്ത ധവളപ്രകാശമായിരിക്കും നമുക്ക് ലഭിക്കുക. അതേസമയം ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാഥമിക വർണ്ണങ്ങൾ ചേർത്തുണ്ടാക്കുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് സിയാൻ ലഭിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും നീലയും ചേർക്കണം. മജന്ത ലഭിക്കാൻ നമുക്ക് ചുവപ്പും നീലയും ചേർക്കണം. മഞ്ഞ ലഭിക്കാൻ ചുവപ്പും പച്ചയും ലഭിക്കണം. അതേസമയം സബ്ട്രാക്റ്റീവ് കളർ മിക്സിംഗ് ഉപയോഗിക്കുന്ന പിഗ്മെന്റ്, ഡൈ എന്നിവയിൽ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് സിയാൻ, മജന്ത, മഞ്ഞ എന്നിവയാണ്. ഈ 3 കളറും ചേർത്താൽ അവിടെ ലഭിക്കുന്നത് ഇരുണ്ട കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറാണ്. ഡൈ അല്ലെങ്കിൽ പിഗ്മെൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പച്ച കളർ കിട്ടണം വെച്ചാൽ നമ്മൾ സിയാനും മഞ്ഞയുമാണ് വേണ്ടത്. അതുപോലെ നീല ലഭിക്കണം വെച്ചാൽ സിയാനും മജന്തയും ചേർക്കണം. ചുവപ്പ് ലഭിക്കണം വെച്ചാൽ മഞ്ഞയും മജന്തയും ചേർക്കണം. ഇത് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുക.
വേറെ അഡിറ്റീവ് കളർ മിക്സിങ് പഠിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ സബ്ട്രാക്റ്റീവ് കളർ മിക്സിങ് പഠിക്കുകയാണ് വേണ്ടത്. എങ്ങനെ രണ്ടും ചേർത്തിട്ട് കോമൺ ആയിട്ട് വരുന്നത് മാത്രമായിരിക്കും സബ്ട്രാക്റ്റീവ് കളർ മിക്സിങ്ങിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ഇനി അടുത്തതാണ് പ്രകാശത്തിൻ്റെ തരംഗ പ്രതിഭാസം. അപ്പോൾ ക്രിസ്റ്റ്യൻ ഹൈഗൻസ് പറഞ്ഞു പ്രകാശം തരംഗ രൂപത്തിലും കൂടി സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രകാശത്തിൻ്റെ തരംഗ പ്രതിഭാസത്തിൽ വിശദീകരിക്കാൻ പറ്റിയ പ്രതിഭാസങ്ങളാണ് ഇൻ്റർഫറൻസ്, അതിൻ്റെ മലയാളമാണ് വ്യതികരണം. എന്താണ് വ്യതികരണം? അടുത്തതാണ് വിഭങ്കനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ, പിന്നെ പോളറൈസേഷൻ, പിന്നെ ഡോപ്ലർ എഫക്റ്റ്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ഇൻ്റർഫറൻസ്. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ രശ്മികൾ സംയോജിക്കുന്ന പ്രതിഭാസമാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. തോമസ് യങ് എന്ന ശാസ്ത്രജ്ഞനാണ് ഇൻ്റർഫറൻസ് കണ്ടുപിടിച്ചത്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പ്രകാശ സ്രോതസ് അദ്ദേഹം എങ്ങനെയാണ് കണ്ടുപിടിച്ചു വെച്ചാൽ, ഒരു പ്രകാശ സ്രോതസ് ഇവിടുന്ന് രണ്ട് പ്രകാശം പോകുന്നു. അദ്ദേഹം ഒരു കാർഡ്ബോർഡ് വെച്ച് മറിച്ചു. അതിനുശേഷം രണ്ട് ഭാഗത്ത് ഇങ്ങനെ സുഷിരങ്ങളിട്ടു. അതിന് ഒരു പ്രതലത്തിൽ ഈ പ്രകാശരശ്മികളെ ചെക്ക് ചെയ്തു. അപ്പോൾ കണ്ടത് അദ്ദേഹം കുറച്ച് വെളുത്ത വരകളും കുറച്ച് കറുത്ത വരകളും കണ്ടു. കുറച്ച് ഭാഗത്ത് പ്രകാശമുണ്ട്, കുറച്ച് ഭാഗത്ത് കറുപ്പ്, വീണ്ടും പ്രകാശം, അങ്ങനെയുള്ള പാറ്റേൺ ലഭിച്ചു. ഈ ഒരു പ്രതിഭാസമാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികം പ്രകാശരശ്മികൾ സംയോജിക്കുന്ന പ്രതിഭാസമാണ് ഇൻ്റർഫറൻസ്. ഇത് പ്രകാശത്തിൽ മാത്രമല്ല ശബ്ദത്തിലും ഈ ഒരു പ്രതിഭാസം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വേവ് തിയറി പ്രകാരം നമ്മൾ പ്രകാശം എങ്ങനെ പോകും? വേവിലായിട്ട്. ഇപ്പോൾ വേവ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അടുത്തൊരു വേവ് ഇതേപോലെയാണ് വയ്ക്കാം. ഞാൻ ഒന്നുകൂടി വരയ്ക്കാം. അതായത് ഒരു പ്രകാശം ഇങ്ങനെ ഒരു വേവ് പോകുന്നു, അടുത്തൊരു പ്രകാശം ഇങ്ങനെ ഒരു വേവിൽ തന്നെ പോകണം. അതിൻ്റെ രണ്ടും ഒരേപോലെയാണ് വെച്ചാൽ ഇൻ്റർഫറൻസ് നടന്നിട്ട് ഇങ്ങനെ ആവൃത്തി കൂടുതലുള്ള ഇതുണ്ടാവും, ആവൃത്തി കൂടുതലുള്ള വേവ് ഉണ്ടാവും. ഇതാണ് കൺസ്ട്രക്റ്റീവ്. നമ്മൾ അത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുണ്ടാവും. അതേസമയം ഇപ്പോൾ ഒരു വേവ് ഇങ്ങനെ പോകുന്നു, വേറെ വേവ് ഇങ്ങനെ പോകുന്നു വയ്ക്കാം. അപ്പോൾ എന്താ ഉണ്ടാവുക? അപ്പോൾ ഉണ്ടാവുക ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്. പിന്നെ ചിലത് ഒരെണ്ണം ഇങ്ങനെ പോകുന്നു, ഒരെണ്ണം ഇത് പാർഷ്യലി ഡിസ്ട്രക്റ്റീവ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഒരേപോലെ കോമ്പോസിറ്റ് ആയിട്ട് ഒരേ ഫേസിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും, അതേസമയം വ്യത്യസ്ത ഫേസിലാണ് വെച്ചാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ പാർഷ്യൽ ഡിസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഇൻ്റർഫറൻസുമാണ് ലഭിക്കുക. നമ്മൾ ഇൻ്റർഫറൻസ് വെച്ച് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹോളോഗ്രഫി. പ്രകാശത്തിൻ്റെ ഇൻ്റർഫറൻസ് ഉപയോഗിച്ച് ത്രിമാന ചിത്രങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനും പുനർനിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഹോളോഗ്രഫി എന്ന് പറയുന്നത്. തോമസ് യങ് ആണ് ഈ ഇൻ്റർഫറൻസ് കണ്ടുപിടിച്ചത്. ഇനി അടുത്തതാണ് ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭങ്കനം. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അധാരമായ വസ്തുവിലേക്ക് പ്രകാശം തട്ടുകയാണ്. അപ്പോൾ പ്രകാശം തട്ടുമ്പോൾ ഇതിൻ്റെ കോണുകളിൽ വച്ചിട്ട് പ്രകാശം വളയുന്ന പ്രതിഭാസമാണ് വിഭങ്കനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ലൈറ്റിൻ്റെ തരംഗദൈർഘ്യം കുറവായതിനാൽ ഡിഫ്രാക്ഷൻ അത്രയും പെട്ടെന്ന് അറിയില്ല. നമ്മൾ നേരെ ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു വാതിൽ അല്ലെങ്കിൽ ജനലിൽ നിന്ന് വരുന്ന പ്രകാശം അതൊരു വാതിലിൽ തട്ടിയാൽ വാതിലിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള ഷാർപ്പ് ഇതെല്ലാം ഉണ്ടാവുക. ആ ഒരു സൈഡിലേക്ക് ഇമേജ് നോക്കുമ്പോൾ അതിൻ്റെ നിഴൽ നോക്കുമ്പോൾ നിഴലിൻ്റെ കുറച്ച് ഉള്ളിലേക്കായിട്ട് പ്രകാശം വരുന്നത് കാണാം. ഈ ഒരു പ്രതിഭാസമാണ് വിഭങ്കനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു സൂപ്പർ ഇമ്പോസ് ചെയ്ത് പ്രകാശത്തിൻ്റെ വേവുകൾ ഒന്നില്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടോ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ രണ്ട് വേവുകൾ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ വ്യതികരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ബ്ലാക്കും അതുപോലെ വൈറ്റ് സ്പോട്ടുകൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് തോമസ് യങ് കണ്ടുപിടിച്ചത്? പ്രകാശത്തിനൊരു സോഴ്സ് രണ്ട് ചെറിയ ഹോളിലൂടെ കടത്തിവിട്ട് അതിൻ്റെ പാറ്റേണ് നമ്മൾ ശ്രദ്ധിച്ചപ്പോഴാണ് ഫുള്ളായിട്ട് ഉള്ള ഒരു വൈറ്റ് ബ്ലാക്ക് അങ്ങനെയുള്ള ഒരു പാറ്റേൺ ലഭിച്ചത്. ഇതിൽ നിന്നുമാണ് പ്രകാശത്തിൻ്റെ ഇൻ്റർഫറൻസ് തോമസ് യങ് നിരീക്ഷിച്ചത്. ഈ വേവുകൾ കൺസ്ട്രക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യലി ഡിസ്ട്രക്റ്റീവ് ആയിട്ടോ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ
വ്യതികരണം അല്ലെങ്കിൽ ഇന്റർഫറൻസ് ലഭിക്കുന്നത്. ഇനി അടുത്തതാണ് വിഭങ്കനം. വിഭങ്കനം എന്ന് പറയുന്നത് പ്രകാശം അതാത് വസ്തുക്കൾ തട്ടുമ്പോൾ പ്രകാശം അതിൻ്റെ ചുറ്റി വളയുന്ന പ്രതിഭാസമാണ് വിഭങ്കനം എന്ന് പറയുന്നത്. പക്ഷെ പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം കുറവായതുകൊണ്ട് അത്രയും എഫക്റ്റ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. വിഭങ്കനത്തിന് ഉദാഹരണമാണ് CD-യുടെ ഫ്രിഞ്ച് പാറ്റേൺ കാണുന്നത്, അതുപോലെ സൂര്യന് ചുറ്റും വളയങ്ങൾ ഉണ്ടാകുന്നത്, ഒരു ഫിലിം തിയേറ്ററിലെ പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ വിഭങ്കനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഉദാഹരണമാണ്. ഇനി അടുത്തതാണ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രകാശം ഒരു കണികയിൽ തട്ടാണ്, വായുവിലുള്ള കണികൾ തട്ടാണ്, അതെല്ലാം ചെറിയ കണികളാണ്. അപ്പോൾ ആ ഒരു ചെറിയ കണികൾ തട്ടുമ്പോൾ പ്രകാശം സ്കാറ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, വിസരണം ചെയ്യപ്പെടുന്നു. ഇതാണ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കണങ്ങളുടെ വലിപ്പം അനുസരിച്ച് എന്ത് ചെയ്യും, സ്കാറ്ററിങ് നിരക്ക് വർദ്ധിക്കും. കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശ തരംഗങ്ങൾ കൂടുതൽ സ്കാറ്ററിങ്ങിന് വിധേയമാകും. അതായത് വയലറ്റ് ആയിരിക്കും കൂടുതൽ സ്കാറ്ററിങ്ങിന് വിധേയമാകുക. ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് പ്രകാശം അതാത് വസ്തുക്കളിൽ തട്ടുമ്പോൾ പ്രകാശം അവ സ്കാറ്ററിങ്ങിന് അല്ലെങ്കിൽ എന്താ പറയുക, വിസരണത്തിന് വിധേയമാകുന്നു. ഇതാണ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഈ പ്രകാശത്തിൻ്റെ വിസരണം എന്ന് പറയുന്നത്. പ്രകാശം വരെയാണ് ഇങ്ങനെ കണികയിൽ തട്ടി, അപ്പോൾ അതെന്ത് ചെയ്യും, ഇങ്ങനെ വിസരണം ചെയ്യും. ഇതാണ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഈ സ്കാറ്ററിങ് എങ്ങനെയാണ് സംഭവിക്കുക, കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം കൂടുതൽ വിസരണം ചെയ്യും. അതായത് വയലറ്റ് ആയിരിക്കും കൂടുതൽ വിസരണം ചെയ്യപ്പെടുക. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ ആകാശം നീല നിറക്കാണെങ്കിൽ എന്താ കാര്യം, നമ്മളുടെ അന്തരീക്ഷത്തിലേക്ക് പ്രകാശം വരുന്നു. പ്രകാശം അവിടെയുള്ള അന്തരീക്ഷത്തിലെ കണികൾ തട്ടി സ്കാറ്റർ ചെയ്തു പോകുന്നു. ഈ സ്കാറ്ററിങ്ങിന് കൂടുതൽ വിധേയമാകുക ഏതായിരിക്കും, ബ്ലൂ, വയലറ്റ്, ഇൻഡിഗോ. ഈ ഒരു കളറായിരിക്കും ഏറ്റവും കൂടുതൽ വിസരണം ചെയ്യപ്പെടുക അല്ലെങ്കിൽ സ്കാറ്ററിങ് ചെയ്യപ്പെടുക. അതുകൊണ്ടാണ് നമ്മൾ ആകാശത്തെ നീല നിറമായിട്ട് കാണുന്നത്. അതേസമയം റെഡ് അധികം വിധേയമാവില്ല. തരംഗദൈർഘ്യം കുറഞ്ഞ അല്ലെങ്കിൽ ആവൃത്തി കൂടിയതായിട്ടുള്ള വയലറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ്ങിന് വിധേയമാകുക. അതേസമയം തരംഗദൈർഘ്യം കൂടിയിട്ടുള്ളവ കുറച്ച് സ്കാറ്ററിങ്ങിന് വിധേയമാവുള്ളൂ അല്ലെങ്കിൽ വിസരണത്തിന് വിധേയമാവുള്ളൂ. അപ്പോൾ ചുവപ്പായിരിക്കും ഏറ്റവും കുറവ് വിസരണത്തിന് അനുഭവപ്പെടുക. അതുപോലെ വയലറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വിസരണം ചെയ്യപ്പെടുക. അതുപോലെ വേറൊന്നാണ് സൂര്യൻ നമ്മൾ രാവിലെയും വൈകിട്ട് നോക്കുന്ന സമയത്ത് ചുവപ്പ് കളറിലായിരിക്കും ലഭിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രകാശരശ്മികൾ സൂര്യനിൽ നിന്നും ഭൂമിയിലെത്താൻ രാവിലെയും വൈകിട്ടും കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഈ പ്രകാശത്തിൻ്റെ കുറേ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഇതെല്ലാം വിസരണത്തിന് വിധേയമാകും. ബാക്കി നമ്മുടെ കണ്ണിലെത്തുന്ന മാക്സിമം എന്ന് പറയുന്നത് ചുവപ്പ് കളറിൻ്റെ ആവൃത്തിയിലാണ്. അതായത് തരംഗദൈർഘ്യം കൂടുതലുള്ള ചുവപ്പ് വിസരണത്തിന് വിധേയമാകുക കമ്മിയായിരിക്കും, കുറവായിരിക്കും. അതുകൊണ്ട് റെഡ് ആയിരിക്കും വൈകിട്ടും അതേപോലെ രാവിലെയും നമ്മുടെ കണ്ണുകളിലെത്തുക. അതുകൊണ്ടാണ് രാവിലെയും വൈകിട്ടും സൂര്യനെ നമുക്ക് ചുവപ്പായിട്ട് തോന്നുന്നത്. പിന്നെ ചന്ദ്രനെ നോക്കുക. ചന്ദ്രനാണെങ്കിൽ നമ്മൾ ചന്ദ്രനിൽ പോകുകയാണ് വയ്ക്കുക. ചന്ദ്രനിൽ പോയാൽ നമുക്ക് ആകാശത്ത് നീല നിറം അല്ലെങ്കിൽ വേറൊരു കളറും കാണാൻ കഴിയില്ല, ഇരുണ്ടതായിട്ടായിരിക്കും കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രകാശത്തെ വിസരണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രകാശത്തിന് സ്കാറ്റർ ചെയ്യാനുള്ള കണികകളൊന്നുമില്ല. അതുകൊണ്ട് അവ എല്ലാം വരും. അതുകൊണ്ട് തന്നെ ആകാശം ഇരുട്ടായിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. ഇനി വേറൊന്നാണ് ടിൻഡൽ ഇഫക്റ്റ്. ടിൻഡൽ ഇഫക്റ്റ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൊളോയിഡൽ ദ്രാവകത്തിലൂടെ അല്ലെങ്കിൽ സസ്പെൻഷനിലൂടെ പ്രകാശകിരണം കടന്നു പോകുമ്പോൾ അവയ്ക്ക് വിസരണം സംഭവിച്ചിട്ട് ചെറിയ കണികകൾ പ്രകാശിതമാകും. ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു വെള്ളത്തിൽ ഒരു ചോക്കുപൊടി കുറച്ച് കലക്കുക. അപ്പോൾ ചോക്കുപൊടിയുടെ പാത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ആ ചോക്കുപൊടിയുടെ കണികകൾ പ്രകാശത്തെ വിസരണം ചെയ്യപ്പെടും. ഈ വിസരണം നമുക്ക് അതിൻ്റെ ലൈറ്റിൻ്റെ പാത്ത് കാണിച്ചു തരും. ഈ ഒരു എഫക്റ്റാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു ഉദാഹരണമുണ്ട്, മൂടൽമഞ്ഞിലൂടെ കടന്നു പോകുന്ന സൂര്യപ്രകാശം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു കൊളോയിഡൽ ദ്രാവകത്തിലൂടെ അല്ലെങ്കിൽ സസ്പെൻഷനിലൂടെ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സ്കാറ്ററിങ്ങിന് വിധേയമാകുന്നു. ഈ സ്കാറ്ററിങ്ങിലൂടെ ഈ ചെറിയ കണങ്ങൾ പ്രകാശിതമാകുന്നത് കാണാൻ പറ്റും. അങ്ങനെ ചെറിയ കണങ്ങൾ പ്രകാശിതമാകും. അങ്ങനെ പ്രകാശത്തിൻ്റെ സഞ്ചാരപാത നമുക്ക് കാണാനും പറ്റും. ഈ ഒരു പ്രതിഭാസമാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം. അതായത് ഒരു കൊളോയിഡൽ ദ്രാവകത്തിലൂടെ പ്രകാശം ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെയുള്ള കണികകളിനാൽ ഈ പ്രകാശം സ്കാറ്റർ ചെയ്യപ്പെടുന്നു. ഈ പ്രകാശത്തിൻ്റെ സ്കാറ്ററിങ് കൊണ്ട് അവിടെ ചെറിയ കണികകൾ നമുക്ക് പ്രകാശിതമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു എഫക്റ്റാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അനുപ്രസ്ഥ തരംഗം പ്രത്യേക ദിശയിലേക്ക് പരിമിതപ്പെടുത്തുന്ന പ്രതിഭാസമാണ് പോളറൈസേഷൻ. അനുപ്രസ്ഥ തരംഗം പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവ്. എന്താണ് അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓസിലേഷൻ ഓഫ് മീഡിയം എന്ന് പറയുന്നത് നമ്മുടെ വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഞാനും കൂടി പറയാം.
അതായത് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ മീഡിയത്തിന്റെ ഓസിലേഷൻ ആ വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന്റെ ലംബം റൈറ്റ് ആംഗിളിലായിരിക്കും അല്ലെങ്കിൽ ലംബമായിരിക്കും. ഈ ഒരു വേവ് ആണ് അനുപ്രസ്ഥ തരംഗം അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്വേഴ്സ് വേവിനെ ഒരു പ്രത്യേക ദിശയിലേക്ക് പരിമിതപ്പെടുത്തുന്ന പ്രതിഭാസമാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവിനെ പ്രത്യേക ഡയറക്ഷനിലേക്ക് മാത്രം പരിമിതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബ്രൂസ്റ്റർ നിയമം. പ്രകാശത്തിന്റെ പോളറൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് ബ്രൂസ്റ്റർ നിയമം. അത് അങ്ങനെ മാത്രം ആലോചിച്ച് വയ്ക്കാം. പിന്നെ ചിത്രങ്ങൾ, ഓയിൽ പെയിന്റുകൾ, അതുപോലെ വിമാനങ്ങളുടെ, കാറുകളുടെ വിൻഡോസ്, സൺഗ്ലാസ് എന്നിവയ്ക്കെല്ലാം പോളറൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചില ലോഹങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ അവയിൽ നിന്ന് നേരെ ഇലക്ട്രോണുകൾ വെളിയിലേക്ക് വരും. ഈ ഒരു ഇലക്ട്രോണുകൾ പുറന്തള്ളുന്ന പ്രതിഭാസത്തിനെയാണ് എന്ത് പറയുക? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നും പറയുക. ഏതൊക്കെയാണ്? പൊട്ടാസ്യം, സോഡിയം തുടങ്ങിയ ലോഹങ്ങളിൽ നമ്മുടെ പ്രകാശം നേരെ പതിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഇലക്ട്രോണുകൾ പുറന്തള്ളും. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ എഫക്റ്റ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഹെർട്സ്. ഇത് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ത് സിദ്ധാന്തം വെച്ചിട്ടാണ് ഇത് വിശദീകരിച്ചത്? ക്വാണ്ടം തിയറി വെച്ചിട്ട്. ഈ ക്വാണ്ടം തിയറി ആവിഷ്കരിച്ചത് ആരാണ്? മാക്സ് പ്ലാങ്ക്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഡിഫ്രാക്ഷൻ പഠിച്ചു. ഡിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് ടിൻഡൽ എഫക്റ്റ് പഠിച്ചു. ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു കൊളോയിഡൽ ലൈനിലൂടെ വെള്ളം പോകുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ചെറിയ കണികകൾ ഈ പ്രകാശത്തിനെ വിസരണം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ സ്കാറ്ററിങ് ചെയ്യുന്നു. ഈ സ്കാറ്ററിങ് മൂലം ഈ പ്രകാശ കണികകൾ എന്ത് ചെയ്യും? പ്രകാശ കണികളെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു എഫക്റ്റാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രകാശത്തിന് സ്കാറ്റർ ചെയ്യുന്നതുകൊണ്ട് പ്രകാശത്തിൻ്റെ സഞ്ചാരപാത ദൃശ്യമാകും. ഈ ഒരു പ്രതിഭാസമാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ലൈനിൽ നമ്മൾ ചോക്ക് കലർത്തുന്നത് അല്ലെങ്കിൽ മൂടൽ മഞ്ഞിലൂടെ പ്രകാശം കടന്നു പോകുന്നത്. ഇതൊക്കെ ടിൻഡൽ എഫക്റ്റിന് ഉദാഹരണമാണ്. ഇനി അടുത്തതായിരുന്നു പോളറൈസേഷൻ എന്ന് പറയുന്നത്. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ട്രാൻസ്വേഴ്സ് വേവിനെ അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗത്തെ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് മാത്രം പരിമിതപ്പെടുത്തുന്ന പ്രതിഭാസമാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഞാൻ അതിനൊരു ഇത് വരയ്ക്കാം. അത് പ്രകാശം രണ്ട് ഇതിലുണ്ടാവും. ഇങ്ങനെ ഒരു ഇതും ഈ ഒരു ഇതിൻ്റെ പോളറൈസിൽ ഇത് കടത്തിവിട്ടാൽ എന്താകും? ഒരു ഇതിൽ മാത്രമുള്ള ഒരു വേവുകൾ ഉണ്ടാക്കുന്നു. ഈ ഒരു പ്രതിഭാസമാണ് എന്ത് പറയുക? പോളറൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഞാൻ പറഞ്ഞു, പോളറൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് എന്ത്? ബ്രൂസ്റ്റർ നിയമം എന്ന് ആലോചിച്ച് വയ്ക്കുക. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യപ്രകാശം ഒരു പ്രത്യേക ലോഹങ്ങളിൽ തട്ടുമ്പോൾ അവയിൽ നിന്നും ഇലക്ട്രോണുകൾ പുറപ്പെടും, ഇലക്ട്രോണുകൾ വെളിയിലേക്ക് പോകും. ഈ ഒരു പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യത്തിലൊക്കെ ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കും. ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഇത് വിശദീകരിച്ചു കൊടുത്തത്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന്. അദ്ദേഹം മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി വെച്ചാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിച്ചത്. ഇത് ആദ്യമായി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ പ്രതിഭാസം കണ്ടുപിടിച്ച വ്യക്തിയാണ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഹെർട്സ്. ഇനി അടുത്തതാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രകാശം അല്ലെങ്കിൽ ശബ്ദ സ്രോതസ്സിൽ നിന്ന് ഒരാൾ അതിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ അകലത്തേക്കോ പോകുമ്പോൾ അതിൻ്റെ ആവൃത്തിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു ശബ്ദ സ്രോതസ്സിൽ നിന്നോ അല്ലെങ്കിൽ പ്രകാശ സ്രോതസ്സിൽ നിന്നോ നമ്മൾ അകലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്കോ പോകുമ്പോഴുണ്ടാകുന്ന ആവൃത്തിയിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഡോപ്ലർ എഫക്റ്റ്. ഈ ഡോപ്ലർ എഫക്റ്റ് രണ്ട് വിധത്തിലുണ്ടാകും. അതായത് ഒന്നില്ലെങ്കിൽ പ്രകാശ സ്രോതസ് മൂവ് ചെയ്തിട്ടുള്ള എഫക്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ നിരീക്ഷകൻ മൂവ് ചെയ്തിട്ടുള്ള അവസ്ഥ ഉണ്ടാകും, അല്ലെങ്കിൽ രണ്ടുപേരും നിരീക്ഷകനും തരംഗ സ്രോതസ്സും വ്യത്യാസപ്പെടുന്നു. അതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചും ഇതിൻ്റെ ഡോപ്ലർ എഫക്റ്റും വ്യത്യാസപ്പെടാം. ഈ ഡോപ്ലർ എഫക്റ്റൊക്കെ റാഡാറിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. റാഡാർ മാത്രമല്ല, നമ്മൾ ഈ വാഹനത്തിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ശബ്ദ സ്രോതസ്സാണ് വയ്ക്കുക. അപ്പോൾ നമ്മൾ ആ ശബ്ദ സ്രോതസ്സിൻ്റെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ പിച്ച് ഹൈ ആവും അല്ലെങ്കിൽ ആവൃത്തി ഹൈ ആവും. ഈ ഒരു എഫക്റ്റാണ് ഡോപ്ലർ എഫക്റ്റ്. അതായത് നമ്മൾ തരംഗ സ്രോതസ്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആവൃത്തി കൂടും, തരംഗ സ്രോതസ്സിൻ്റെ അകലെ പോകുമ്പോൾ ആവൃത്തി കുറയും. ഇത് നമ്മൾ പ്രകാശത്തിൻ്റെ ഇതിലെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നക്ഷത്രം വന്നിട്ട് നമ്മളിൽ നിന്ന് അകലുന്നു പോകുകയാണ് വെച്ചാൽ എന്താ സംഭവിക്കുക? അകന്നു പോകുന്ന സമയത്ത് അതിൻ്റെ ആവൃത്തി കുറയും. പറഞ്ഞാൽ നമ്മൾ റെഡ് ഷിഫ്റ്റിലേക്ക് മാറും, നമ്മൾ റെഡായിട്ടാണ് കാണപ്പെടുക. അതേസമയം ഇപ്പോൾ ആ നക്ഷത്രം നമ്മുടെ അടുത്തേക്ക് വരികയെന്ന് വയ്ക്കാം. നക്ഷത്രം അടുത്തേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ ആവൃത്തി കൂടുതലാണ് സംഭവിക്കുക. അപ്പോൾ അതെന്തായിരിക്കും? അത് വയലറ്റിലേക്ക് പോകും. അതുകൊണ്ട് അതിനെ ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയും. അതുപോലെ
നമ്മൾ സ്രോതസ് അല്ലെങ്കിൽ നക്ഷത്രം അകന്നു പോകുമ്പോൾ നമുക്ക് ചുവപ്പായിട്ട് തോന്നും. ആ ഒരു എഫക്റ്റാണ് റെഡ് ഷിഫ്റ്റ്. പ്രകാശ സ്രോതസ് അകലെയായിട്ടുമ്പോൾ ആവൃത്തി കുറയും. അതേപോലെ നമ്മൾ സ്രോതസ്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ആവൃത്തി കൂടും. ഇതാണ് ഡോപ്ലർ എഫക്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ റെഡ് ഷിഫ്റ്റും ബ്ലൂ ഷിഫ്റ്റും. നമ്മൾ സ്രോതസ്സിൻ്റെ അകലേക്ക് പോകുമ്പോൾ റെഡ് ഷിഫ്റ്റും അടുത്തേക്ക് പോകുമ്പോൾ ബ്ലൂ ഷിഫ്റ്റുമാണ് ഉണ്ടാകുക. ഇനി അടുത്താണ് വൈദ്യുത കാന്തിക സ്പെക്ട്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു വൈദ്യുത കാന്തിക തരംഗങ്ങളെ അവയുടെ ഊർജ്ജത്തിൻ്റെയും അതുപോലെ ആവൃത്തിയുടെയും ക്രമത്തിൽ അടയാളപ്പെടുത്തുന്നതാണ് ആ വൈദ്യുത കാന്തിക സ്പെക്ട്രം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ വരച്ചിരുന്നു. എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഉണ്ടാവുക? ഇത് വിസിബിൾ ലൈറ്റ് ആണ് വയ്ക്കുക. ഇത് വിസിബിൾ ലൈറ്റ്. അപ്പോൾ ഇവിടെ വയലറ്റ്, ഇവിടെ റെഡ്. നമ്മുടെ ആവൃത്തി കൂടുതൽ നിന്നും കുറഞ്ഞതിലേക്കാണ് ഇങ്ങനെ വരച്ചു പോവുക, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം വയ്ക്കുക. തരംഗദൈർഘ്യം കുറവിൽ നിന്നും തരംഗദൈർഘ്യം കൂടിയ ഭാഗത്തിലേക്ക് വരയ്ക്കുന്ന സ്പെക്ട്രമാണ് വൈദ്യുതകാന്തിക സ്പെക്ട്രം. അപ്പോൾ ഈ വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിൽ വിബ്ജിയോർ ഉണ്ട്. വിബ്ജിയോർ പറഞ്ഞാൽ ദൃശ്യപ്രകാശ സ്പെക്ട്രം. ആ ഒരു പ്രകാശത്തിൽ എന്തൊക്കെയാണ് ഇതുള്ളത്? 400 to 700 നാനോമീറ്റർ വരെയുള്ള വേവ് ലെങ്ത്തുള്ള രശ്മികളാണുള്ളത്. ഇനി വയലറ്റിന് താഴെ അടുത്തത് കിടക്കുന്നത് UV. അപ്പോൾ UVക്ക് വയലറ്റിനെ അപേക്ഷിച്ച് ആവൃത്തി കൂടുതലായിരിക്കും, തരംഗദൈർഘ്യം കമ്മിയായിരിക്കും. പിന്നെ കിടക്കുന്നതാണ് എക്സ്-റേസ്, അതുപോലെ ഗാമ റേസ്. അപ്പോൾ ഗാമ റേസിന് ഫ്രീക്വൻസി കൂടുതലായിരിക്കും, അതേസമയം വേവ് ലെങ്ത് കമ്മിയായിരിക്കും. എക്സ്-റേസിന് കുറച്ചും കൂടി ആവൃത്തി ഗാമ റേസിനെ അപേക്ഷിച്ച് കമ്മിയായിരിക്കും, പക്ഷേ വേവ് ലെങ്ത് കൂടുതലായിരിക്കും. UVക്ക് എക്സ്-റേസിനെ അപേക്ഷിച്ച് ഫ്രീക്വൻസി കുറവായിരിക്കും, പക്ഷേ വേവ് ലെങ്ത് കൂടുതലായിരിക്കും. ഇനി റെഡിൻ്റെ റേസ് സൈഡ് എടുത്താൽ എന്താ ഉള്ളത്? ഇൻഫ്രാറെഡ്, ദെൻ റേഡിയോ റേസ്. ഇൻഫ്രാറെഡ് കഴിഞ്ഞാൽ പിന്നെ മൈക്രോവേവ്, പിന്നെ റേഡിയോ വേവ്സ്, അങ്ങനെയാണ് പോവുക. അപ്പോൾ ഇൻഫ്രാറെഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? റെഡിനെ അപേക്ഷിച്ച് വേവ് ലെങ്ത് കൂടുതലായിരിക്കും, അതായത് ഫ്രീക്വൻസി കമ്മിയായിരിക്കും. അതുപോലെ മൈക്രോവേവ് ആകുമ്പോൾ 10⁻⁻⁶ പറയുമ്പോൾ തന്നെ അറിയാം 10⁻⁻⁶ ആണ്. അപ്പോൾ അതിന് 10⁻⁻⁶ മീറ്റർ വേവ് ലെങ്ത് ഉള്ള ഇതായിരിക്കും മൈക്രോവേവ്സ് എന്ന് പറഞ്ഞാൽ. അതിനേക്കാൾ വേവ് ലെങ്ത് കൂടിയവയാണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തരംഗദൈർഘ്യത്തിൽ ഈ വിസിബിൾ സ്പെക്ട്രമല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും ആവൃത്തി കൂടുതലുള്ളത് അല്ലെങ്കിൽ തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞ വൈദ്യുത കാന്തിക തരംഗം എന്ന് പറയുന്നത് ഗാമാ റേ തരംഗമാണ്. ആവൃത്തി കൂടുമ്പോഴാണ് എനർജി ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഏറ്റവും ആവൃത്തിയുള്ള വൈദ്യുത കാന്തിക തരംഗം ഞാൻ പറഞ്ഞു ഗാമാ-റേ തരംഗം എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഏറ്റവും ആവൃത്തി കുറഞ്ഞ അല്ലെങ്കിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ വൈദ്യുത കാന്തിക തരംഗം എന്ന് പറയുന്നത് റേഡിയോ ആണ്. അപ്പോൾ തരംഗദൈർഘ്യം കൂടുക പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് പോകണം, ആവൃത്തി കുറയുക എന്ന് പറഞ്ഞാൽ ആവൃത്തി കൂടുക എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് പോകണം. തരംഗദൈർഘ്യം ആവൃത്തിയും രണ്ടും ഉൾട്ടയാണ്. തരംഗദൈർഘ്യം കൂടിയാൽ ആവൃത്തി കുറയും. ഇനി ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിൻ്റെ പിതാവ് എന്ന് പറയപ്പെടുന്നത് മാർക്കോണിയാണ്. അതുപോലെ ഉപഗ്രഹങ്ങളിലൂടെ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന തരംഗങ്ങൾ എന്ന് പറയുന്നത് മൈക്രോവേവ് തരംഗങ്ങളാണ്. എക്സ്റേ തരംഗങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് റോഞ്ചൻ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള എക്സ്റേ ഉണ്ട്. ഒന്ന് ഹാർഡ് എക്സ്റേ, സോഫ്റ്റ് എക്സ്റേ. ഹാർഡ് എക്സ്റേ എന്ന് പറഞ്ഞാൽ ആവൃത്തി കൂടുതലുള്ള വേവ്സാണ് ഹാർഡ് എക്സ്റേ. അതേസമയം സോഫ്റ്റ് എക്സ്റേ പറഞ്ഞാൽ ആവൃത്തി കുറഞ്ഞിട്ടുള്ളതാണ് സോഫ്റ്റ് എക്സ്റേ എന്ന് പറയുന്നത്. ഇനി ഇൻഫ്രാറെഡ് തരംഗങ്ങൾ കണ്ടെത്തിയത് വില്യം ഹെർഷലാണ്. നമ്മൾ രാത്രിയുള്ള ഫോട്ടോഗ്രാഫിയിലെല്ലാം ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് ഇൻഫ്രാറെഡ് തരംഗങ്ങൾ. അടുത്താണ് അൾട്രാ വയലറ്റ് തരംഗങ്ങൾ എന്ന് പറയുന്നത് വയലറ്റിൻ്റെ താഴെ ആവൃത്തി കൂടുതലുള്ള തരംഗങ്ങളാണ് അൾട്രാ വയലറ്റ് തരംഗങ്ങൾ. അവ മൂലം നമുക്കുണ്ട ശരീരത്തിനുണ്ടാകുന്ന ചർമ്മനാശമാണ് സൂര്യാഘാതം എന്ന് പറയുന്നത്. നമ്മളത് അൾട്രാ വയലറ്റ് രശ്മികൾ എന്തിനൊക്കെ ഉപയോഗിക്കാം? അണുവിമുക്തമാക്കാൻ, നമ്മുടെ വെള്ളത്തിലെ അണുവിമുക്തമാക്കാം. അതുപോലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്ക് അണുവിമുക്തമാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന റേസാണ് അൾട്രാ വയലറ്റ് റേസ്. അതുപോലെ കടകളിൽ കള്ളനോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നവയാണ് അൾട്രാ വയലറ്റ് റേസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഒന്ന് പറയാൻ പോയി, എക്സ്റേക്ക് തുളച്ചു കയറാൻ കഴിയാൻ പറ്റാത്ത മൂലകമാണ് ലെഡ് എന്ന് പറയുന്നത്. ലെഡിലൂടെ എക്സ്റേക്ക് തുളച്ചു കയറാൻ കഴിയില്ല. അതുപോലെ വേറൊന്നാണ് ലേസർ ആൻഡ് മേസർ. ലേസർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അതുപോലെ മേസർ എന്ന് പറഞ്ഞാൽ മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഇത് സ്റ്റിമുലസ് കൊടുത്തിട്ട് ലൈറ്റിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു ഇതാണ് ലേസർ എന്ന് പറയുന്നത്. ലേസർ കണ്ടുപിടിച്ച വ്യക്തിയാണ് തിയോഡർ മൈമാൻ എന്ന് പറയുന്നത്. ലേസർ ഉപയോഗിക്കുന്നത് കൂടുതലും മെഡിക്കൽ മേഖലയിലാണ്. സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രകാശമാണ് ലേസർ. അതുപോലെയാണ്
മേസർ എന്ന് പറയുന്നത് മൈക്രോവേവിൻ്റെ തന്നെയാണ്, മൈക്രോവേവിൻ്റെയാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് റാഡറാണ്. റാഡറിൽ പിന്നെ ഉപയോഗിക്കുന്ന ഒരു തത്വമാണ് ഡോപ്ലർ എഫക്റ്റ്. ഞാൻ അത് ഓൾറെഡി പറഞ്ഞിരുന്നു. വിമാനങ്ങൾ, മിസൈൽ തുടങ്ങിയ വസ്തുക്കളെ സ്ഥാനം കണ്ടെത്താൻ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റേഞ്ചിങ് റാഡാർ എന്ന് പറയുന്നത്. റാഡാർ കണ്ടുപിടിച്ചത് ആൽബർട്ട് എച്ച് ടൈലറാണ്. റേഡിയോ സിഗ്നലുകളുടെ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊർജത്തിൻ്റെയോ അല്ലെങ്കിൽ ആവൃത്തിയുടെയോ അല്ലെങ്കിൽ തരംഗദൈർഘ്യത്തിൻ്റെയോ ക്രമത്തിനനുസരിച്ച് വരയ്ക്കുന്ന വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ ഒരു സ്കെയിലാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഏറ്റവും തരംഗദൈർഘ്യം കൂടുതലുള്ളത് റേഡിയോ തരംഗങ്ങളാണ്. അതിനേക്കാൾ കുറച്ച് തരംഗദൈർഘ്യം കമ്മിയാണ് മൈക്രോവേവ്സ്. അങ്ങനെ തരംഗത്തിൻ്റെ ഇതിൻ്റെ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, വിസിബിൾ സ്പെക്ട്രം, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ എന്നിങ്ങനെയാണ് തരംഗങ്ങളുള്ളത്. ഇതിൽ ഗാമ റേസിനായിരിക്കും ഏറ്റവും ആവൃത്തി കൂടുതൽ ഇതിലുള്ളത്, അതായത് ഏറ്റവും തരംഗദൈർഘ്യം കമ്മിയായിരിക്കും ഗാമയ്ക്കുള്ളത്. അതേസമയം എക്സ്റേക്ക് ഗാമേനേക്കാൾ കൂടുതൽ തരംഗദൈർഘ്യം ഉണ്ടാകും, പക്ഷേ ആവൃത്തി കുറവായിരിക്കും ഗാമ റേസിനെ അപേക്ഷിച്ച്. ഇങ്ങനെ വ്യത്യസ്തമായ തരംഗദൈർഘ്യത്തിൻ്റെയും അതുപോലെ ആവൃത്തിയുടെയും വ്യത്യസ്തത്തിൽ എഴുതുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെങ്കിൽ വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ പഠിക്കണം ഗാമ, എക്സ്റേ, UV, വിസിബിൾ സ്പെക്ട്രം, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ തരംഗങ്ങൾ. 400 to 700 ആണ് നമ്മുടെ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. പിന്നെ എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് റോഞ്ചൻ. നമ്മൾ 2 തരം എക്സ്റേ ഉണ്ട്, ഹാർഡ് എക്സ്റേ, സോഫ്റ്റ് എക്സ്റേ. സോഫ്റ്റ് എക്സ്റേ ആണ് നമ്മുടെ എല്ലുകളുടെ ഇതിൻ്റെ എല്ലാം എക്സ്റേക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്റേ. അതുപോലെ ഹാർഡ് എക്സ്റേ എന്ന് പറയുന്നത് കുറച്ചും കൂടി ആവൃത്തി കൂടുതലുള്ള എക്സ്റേസ് ആണ്. ഹാർഡ് എക്സ്റേ എന്ന് പറയുന്നത് ആവൃത്തി കൂടുമ്പോൾ എനർജിയും കൂടും. ഇനി അടുത്താണ് ഇൻഫ്രാറെഡ്. ഇൻഫ്രാറെഡ് തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വിസിബിൾ സ്പെക്ട്രത്തിലെ റെഡ് വേവ്സിൻ്റെ തൊട്ടടുത്ത് നടക്കുന്നവയാണ് ഇൻഫ്രാറെഡ് വേവ്സ്. അതിന് തരംഗദൈർഘ്യം റെഡിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഇവ ഉപയോഗിക്കുന്നത് ഫോട്ടോഗ്രാഫിയിലൊക്കെയാണ് നമ്മൾ ഇൻഫ്രാറെഡ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് അൾട്രാവയലറ്റ് രശ്മികൾ. അൾട്രാവയലറ്റ് രശ്മികൾ എന്ന് പറഞ്ഞാൽ വയലറ്റിൻ്റെ തൊട്ട് ഇടത് ഭാഗത്ത് നടക്കുന്ന സ്പെക്ട്രത്തിലെ ഇടത് ഭാഗത്ത് നടക്കുന്നവയാണ് അൾട്രാവയലറ്റ്. അവയ്ക്ക് ആവൃത്തി കൂടുതലാണ്. അൾട്രാവയലറ്റ് രശ്മികൾ നമ്മളുടെ ഒരുപാട് നേരം കൊണ്ടാൽ നമുക്ക് ലഭിക്കുന്ന ചർമ്മരോഗമാണ് സൂര്യാഘാതം അല്ലെങ്കിൽ സൂര്യാഘാതം എന്ന് പറയുന്നത്. അതുപോലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, അതുപോലെ വെള്ളമൊക്കെ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നവയാണ് അൾട്രാവയലറ്റ് രശ്മികൾ. അതുപോലെ കള്ളനോട്ട് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന രശ്മികളാണ് അൾട്രാവയലറ്റ് രശ്മികൾ. പിന്നെയുള്ളതാണ് ലേസർ, മേസർ. ലേസർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. മേസർ എന്ന് പറഞ്ഞാൽ മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലേസർ കണ്ടുപിടിച്ചത് തിയോഡർ മേമൻ. മേസർ കണ്ടുപിടിച്ചത് ചാൾസ് എച്ച് ടൗൺസ്. മേസർ ഉപയോഗിക്കുന്നത് റാഡാറിലാണ്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് മൊത്തം വന്ന് കൂടി റിവൈൻഡ് അടിക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ നിറങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വസ്തുവിൽ നിന്ന് പ്രതിഫലിക്കുന്നതോ അല്ലെങ്കിൽ പ്രക്ഷേപിക്കപ്പെടുന്നതോ ആയ പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യമാണ് നമ്മൾ കാണുന്ന വർണ്ണങ്ങൾ എന്ന് പറഞ്ഞു. വർണ്ണങ്ങളിൽ ദൃശ്യപ്രകാശം അല്ലെങ്കിൽ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത് 400 to 700 ആണ്. അത് വിബ്ജിയോർ അടങ്ങിയിരിക്കുന്നു. വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, റെഡ്, ഗ്രീൻ, വിബ്ജിയോർ. ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഇങ്ങനെ കളറുകൾ അടങ്ങിയിരിക്കുന്നു. ഈ എല്ലാ കളറും കൂടിയാലാണ് നമ്മൾ ധവളപ്രകാശം ലഭിക്കുന്നത്. ഇനി എല്ലാ വർണ്ണങ്ങളുടെയും സമന്വിത പ്രകാശമാണ് കോമ്പോസിറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സമന്വിത പ്രകാശം എന്ന് പറയുന്നത്. ഈ സമന്വിത പ്രകാശത്തെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിക്കുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം അഥവാ ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ് നമ്മൾ പ്രസക്തിയിലൂടെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഇനി പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു വർണ്ണങ്ങൾ കൂടിച്ചേർത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. അതേസമയം ഈ വർണ്ണങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ള വർണ്ണങ്ങൾ നിർമ്മിക്കാൻ കഴിയും. ഇവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പ്, പച്ച, നീല. ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാഥമിക വർണ്ണങ്ങൾ ചേർത്തുണ്ടാക്കുന്ന വർണ്ണങ്ങളെയാണ് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് സിയാൻ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പച്ചയും നീലയും കൂടി കലർത്തിയാൽ മതി. മജന്ത ഉണ്ടാക്കണമെങ്കിൽ ചുവപ്പും നീലയും കൂടിയാണ് കലർത്തേണ്ടത്. മഞ്ഞ ഉണ്ടാക്കണമെങ്കിൽ ചുവപ്പും പച്ചയുമാണ് കലർത്തേണ്ടത്. പക്ഷേ ഇത് പ്രകാശത്തിൻ്റെ അഡിറ്റീവ് മിക്സിങ്ങിലാണ് ഈ ഒരു പ്രാഥമിക വർണ്ണങ്ങളുള്ളത്. അതേസമയം നമ്മൾ ഡൈ അല്ലെങ്കിൽ പിഗ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്ട്രാക്റ്റീവ് ഡൈ മിക്സിംഗ് ആണ്. ഈ സബ്ട്രാക്റ്റീവ് മിക്സിങ്ങിലെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്
സിയാൻ, മജന്ത, മഞ്ഞയാണ് യൂസ് ചെയ്യുന്നത്. സിയാനും മഞ്ഞയും ചേർന്നാൽ പച്ച ലഭിക്കും, സിയാനും മജന്തയും ചേർന്നാൽ നീല ലഭിക്കും, മഞ്ഞയും മജന്തയും ചേർന്നാൽ ചുവപ്പ് ലഭിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി അടുത്തതാണ് പ്രകാശത്തിൻ്റെ തരംഗം കൊണ്ടുണ്ടാകുന്ന പ്രതിഭാസങ്ങൾ, തരംഗ സ്വഭാവം കൊണ്ടുണ്ടാകുന്ന പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്? ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ, ഡോപ്ലർ ഇഫക്റ്റ്. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്ത് ഒന്നില്ലെങ്കിൽ കൺസ്ട്രക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുണ്ടാകുന്ന ഫിനോമിനാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. തോമസ് യങ് എന്ന ശാസ്ത്രജ്ഞനാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. ഹോളോഗ്രാഫിയിൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നു. ഹോളോഗ്രാഫി പറഞ്ഞാൽ എന്താണ്? പ്രകാശത്തിൻ്റെ ഈ ഡിഫ്രാക്ഷൻ വെച്ച് ഇൻ്റർഫറൻസ് വെച്ചിട്ട് ത്രിമാന ചിത്രങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതും പുനർനിർമ്മിക്കുന്നതിനുമുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഹോളോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രകാശം ഇങ്ങനെ ഒരു രണ്ട് സുഷിരത്തിലൂടെ ഒരു കൊഹറൻറ്റ് സോഴ്സിൽ നിന്നാണ് വരുന്നത് വെച്ചാൽ നമുക്ക് വെളുത്തതും അതുപോലെ കറുത്തതുമായിട്ടുള്ള പാറ്റേൺ കിട്ടും. ആൾട്ടർനേറ്റ് ആയിട്ട് വെളുത്തതും കറുത്തതുമായിട്ടുള്ള പാറ്റേൺ ലഭിക്കും. ഈ ഒരു പ്രതിഭാസമാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അതേസമയം വിഭജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രകാശം അതാര് വസ്തുക്കളിൽ തട്ടുകയാണ് വെച്ചാൽ അതിൻ്റെ അറ്റത്ത് ചുറ്റുകയോ അല്ലെങ്കിൽ വളയുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. പ്രകാശരശ്മികളുടെ വേവ് ലെങ്ത് കമ്മിയായതുകൊണ്ട് പ്രകാശത്തിൻ്റെ നമ്മൾക്ക് ഒരുപാട് ഡിഫ്രാക്ഷൻ അനുഭവിക്കാൻ കഴിയില്ല. നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രകാശം വാതിൽ തട്ടിയാൽ അതിൻ്റെ ഇമേജ് നോക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ നിഴൽ നോക്കുകയാണെന്ന് വെച്ചാൽ നിഴൽ പൂർണ്ണമായിട്ടും ആ അറ്റത്ത് കറക്റ്റായിട്ടാണ് ലഭിക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പ്രകാശം ഉള്ളിലേക്ക് പോയിട്ടുള്ളതായിട്ട് കാണാം. ഈ ഒരു പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. പ്രകാശം കണികളിലൂടെ പോകുന്ന സമയത്ത് കണികൾ തട്ടി പ്രകാശം വിസരണം ചെയ്യുന്നുണ്ട്. ഇതാണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ വിസരണം എന്ന് പറയുന്നത്. നമ്മുടെ ആകാശം നീല നിറത്തിൽ കാണാൻ കാരണം എന്ന് പറയുന്നത് പ്രകാശം ഈ കണികൾ തട്ടി വിസരണം ചെയ്യുന്നുണ്ട്. ഈ വിസരണം ചെയ്യുന്നതിൻ്റെ അളവ് എന്ന് പറയുന്നത് ആവൃത്തി കൂടിയവ ഏറ്റവും കൂടുതൽ വിസരണം ചെയ്യപ്പെടും, അഥവാ ആവൃത്തി കമ്മിയായിട്ടുള്ളവ ഏറ്റവും കുറവ് മാത്രമേ വിസരണം ചെയ്യുകയുള്ളൂ. അപ്പോൾ സൂര്യപ്രകാശം നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടെ വരുമ്പോൾ അതിലെ കണികൾ തട്ടി വിസരണം ചെയ്യപ്പെടുന്നു. ഈ വിസരണം ചെയ്യുന്നതിൽ ഏറ്റവും മാക്സിമം ഉള്ളത് ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ് എന്നുള്ള ബ്ലൂ ഒരു റീജിയനിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ആകാശം നീല നിറമായിട്ട് കാണപ്പെടുന്നത്. അതേസമയം നമ്മൾ ഈ സൂര്യന് രാവിലെയും വൈകിട്ടെല്ലാം ചുവപ്പ് നിറത്തിൽ കാണാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം അന്തരീക്ഷ കണികൾ തട്ടി വിസരണത്തിന് വിധേയമാകുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്നത് ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ്, അത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നത് ഏത് റേസ് ആയിരിക്കും? അത് റെഡ് റേസ് ആയിരിക്കും എത്തുക. അതുകൊണ്ടാണ് നമുക്ക് രാവിലെയും വൈകിട്ടും നമുക്ക് സൂര്യനെ ചുവപ്പായിട്ട് തോന്നുന്നത്. അതേസമയം ഉച്ചയാകുന്ന സമയത്ത് പ്രകാശരശ്മികൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരില്ല. അതുകൊണ്ടാണ് വെളുത്ത പ്രകാശമായിട്ട് നമുക്ക് സൂര്യനെ ഉച്ച സമയത്ത് കാണാൻ പറ്റുന്നത്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞത് ടിൻഡൽ എഫക്റ്റ്. ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൊളോയിഡൽ ലൈനിലൂടെ പ്രകാശം പോകുന്ന സമയത്ത് അതിലെ കിരണങ്ങൾ എന്ത് ചെയ്യും? ഈ പ്രകാശത്തിനെ സ്കാറ്റർ ചെയ്യും. ഈ പ്രകാശത്തിനെ സ്കാറ്റർ ചെയ്യുന്ന സമയത്ത് പ്രകാശത്തിൻ്റെ ഒരു സഞ്ചാരപാത നമുക്ക് ദൃശ്യമാകും. ഈ ഒരു പ്രതിഭാസമാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ടിൻഡൽ എഫക്റ്റിന് ഉദാഹരണമാണ് ഒരു മൂടൽ മഞ്ഞിലൂടെ കടന്നു പോകുന്ന സൂര്യപ്രകാശം എന്ന് പറയുന്നത്. ഇനി അടുത്താണ് പോളറൈസേഷൻ. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അനുപ്രസ്ഥ തരംഗം അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവിനെ ഒരു പ്രത്യേക ദിശയിലേക്ക് പരിമിതപ്പെടുത്തുന്ന പ്രതിഭാസമാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് ബ്രൂസ്റ്റർ നിയമം എന്ന് പറയുന്നത്. വിമാനങ്ങളുടെയും കാറുകളുടെയും ജാലകങ്ങൾ, സൺഗ്ലാസുകൾ, ത്രിമാന ചലച്ചിത്രങ്ങൾ, ഓയിൽ പെയിന്റുകൾ എന്നിവയിൽ നിറവ്യത്യാസം മെച്ചപ്പെടുത്താൻ പോളറോയിഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചില ലോഹങ്ങളിൽ പ്രകാശം തട്ടുന്ന സമയത്ത് അവയിൽ നിന്നും ഇലക്ട്രോണുകൾ പുറന്തള്ളപ്പെടും. ഈ ഒരു പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഹെൻറിച്ച് ഹെർട്സ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. എന്ത് വെച്ചാണ് വിശദീകരിച്ചത്? ക്വാണ്ടം തിയറി വെച്ചാണ് വിശദീകരിച്ചത്. ഈ ക്വാണ്ടം തിയറി കണ്ടുപിടിച്ച ആരാണ്? മാക്സ് പ്ലാങ്ക് ആണ് ക്വാണ്ടം തിയറി കണ്ടുപിടിച്ചത്. ഇനി അടുത്താണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രകാശത്തിൻ്റെ സ്രോതസ് അല്ലെങ്കിൽ തരംഗത്തിൻ്റെ സ്രോതസ്സിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അകലത്തേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ആവൃത്തിയിലുണ്ടാകുന്ന മാറ്റമാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ശബ്ദ സ്രോതസ്സിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് വെച്ചാൽ അതിൻ്റെ ആവൃത്തി കൂടും അല്ലെങ്കിൽ പിച്ചും കൂടും. അതേപോലെ നമ്മൾ അകലെയാണ് പോകുന്നത് വെച്ചാൽ നമ്മുടെ അതിൻ്റെ ആവൃത്തിയും പിച്ചും കുറയുകയും ചെയ്യുന്നത്. ഇത് നമുക്ക് രണ്ടു വിധത്തിലാകാം. അതായത് നമ്മൾ നിരീക്ഷകനാണ് പോകാം, അല്ലെങ്കിൽ ഈ സ്രോതസ് മാറാം, അല്ലെങ്കിൽ ഇവ രണ്ടും മാറാം. ഇതിനെല്ലാം ഡോപ്ലർ എഫക്റ്റ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി വേറൊന്നാണ് റെഡ് ഷിഫ്റ്റും ബ്ലൂ ഷിഫ്റ്റും. അതായത് നമ്മുടെ ഒരു നക്ഷത്രം നമ്മളിൽ നിന്ന് അകലെ പോകുകയെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കുക? അതിൻ്റെ വരുന്ന ആവൃത്തി കുറവായിരിക്കും, അതായത് തരംഗദൈർഘ്യം കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്കത് റെഡായിട്ട് തോന്നും. അതുപോലെ ഒരു നക്ഷത്രം നമ്മുടെ അടുത്തേക്കാണ് വരുന്നത് വെച്ചാൽ എന്താ സംഭവിക്കുക? അതിൽ നിന്ന് വരുന്ന ആവൃത്തി കൂടുതലായിരിക്കും, അതുകൊണ്ട് നമുക്കത് ബ്ലൂ ആയിട്ട് തോന്നും. ഇതാണ് ബ്ലൂ ഷിഫ്റ്റും റെഡ് ഷിഫ്റ്റും. ഇനി അടുത്താണ് വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തരംഗങ്ങളെ അവയുടെ ആവൃത്തിയുടെയും വ്യത്യാസത്തിൽ അല്ലെങ്കിൽ തരംഗദൈർഘ്യത്തിൻ്റെ
ക്രമമായ വ്യത്യാസത്തിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന ഒരു സ്കെയിലാണ് വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്ന് പറയുന്നത്. ആ വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിൽ ഏതൊക്കെയുണ്ട്? ഗാമയുണ്ട്, എക്സ്റേ ഉണ്ട്, അൾട്രാ വയലറ്റ് രശ്മികളുണ്ട്, വിസിബിൾ സ്പെക്ട്രം ഉണ്ട്, ഇൻഫ്രാറെഡ് തരംഗങ്ങളുണ്ട്, മൈക്രോവേവ്സ് ഉണ്ട്, റേഡിയോ വേവ്സ് ഉണ്ട്. ഗാമ റേസിനായിരിക്കും ഏറ്റവും ആവൃത്തി കൂടുതലുള്ളത്, അതായത് ഏറ്റവും തരംഗദൈർഘ്യം കമ്മിയുള്ളത്. അതിനനുസരിച്ച് റേഡിയോ തരംഗങ്ങൾക്കായിരിക്കും ഏറ്റവും കുറവ് ആവൃത്തിയുള്ളത്, അതേസമയം ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യമുള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതാണ് എക്സ്റേ കണ്ടുപിടിച്ച വ്യക്തിയാണ് റോഞ്ചൻ എന്ന ശാസ്ത്രജ്ഞൻ. രണ്ട് തരം എക്സ്റേകളുണ്ട്, ഹാർഡ് എക്സ്റേ, സോഫ്റ്റ് എക്സ്റേ. സോഫ്റ്റ് എക്സ്റേ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ശരീരങ്ങളുടെ എല്ലുകളുടെയൊക്കെ ഇത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് സോഫ്റ്റ് എക്സ്റേ. അതേസമയം ഹാർഡ് എക്സ്റേ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആവൃത്തിയുള്ള അല്ലെങ്കിൽ എനർജിയുള്ള റേസാണ്, എക്സ്റേസാണ് ഹാർഡ് എക്സ്റേസ് എന്ന് പറയുന്നത്. ഇനി ഇൻഫ്രാറെഡ് തരംഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോട്ടോഗ്രാഫിയിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അൾട്രാ വയലറ്റ് രശ്മികൾ എന്ന് പറഞ്ഞാൽ അവ നമ്മൾ ഉപയോഗിക്കുന്നത് അണുവിമുക്തമാക്കാൻ, അതുപോലെ കളർ നോട്ടുകൾ കണ്ടുപിടിക്കാൻ. അതില്ലാണ്ട് അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മൾ ഒരുപാട് നമ്മൾക്ക് നേർക്കുനേരം നമ്മളുടെ ശരീരത്തിൽ കൊണ്ടാൽ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന പ്രോബ്ലമാണ് സൂര്യാഘാതം. പിന്നെ അടുത്താണ് ലേസർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. നമ്മൾ സ്റ്റിമുലസ് കൊടുത്ത് അതിൻ്റെ ലൈറ്റ് ആംപ്ലിഫൈ ചെയ്യുന്ന പ്രതിഭാസമാണ് ലേസർ എന്ന് പറയുന്നത്. മേസർ എന്ന് പറഞ്ഞാൽ മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലേസർ കണ്ടുപിടിച്ചത് തിയോഡർ മൈമാനാണ്. അതുപോലെ ഈ റാഡാർ എല്ലാം വർക്ക് ചെയ്യുന്നത് ഡോപ്ലർ എഫക്റ്റ് മൂലമാണ്. അതുപോലെ നമ്മുടെ വാഹനങ്ങളുടെ വേഗത കണ്ടുപിടിക്കാനും നമ്മൾ ഡോപ്ലർ എഫക്റ്റ് ഉപയോഗിക്കാം. പിന്നെ റാഡാർ കണ്ടുപിടിച്ച ആൽബർട്ട് എച്ച് ടൈലറാണ്. റേഡിയോ സിഗ്നലുകളുടെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. റാഡാർ എന്ന് പറഞ്ഞാൽ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ആണ്. ഇന്നത്തേക്ക് ഇത്രയും മതി. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ പറയുക. താങ്ക് യു.